ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് വെറും 10 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഒരു 10 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പലഹാരം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 250 ഗ്രാം അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്. ഞാൻ വലിയ ശർക്കര ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് 1 കപ്പ് അളവിനാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കര നല്ലതുപോലെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനൊരു ബൗളിൽ 3 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഇതിലേക്കൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കുറേശ്ശായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഗോതമ്പ് പൊടിയുടെ അളവ് നമുക്ക് എത്ര പലഹാരമാണോ തയ്യാറാക്കേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് അളന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ മധുരം നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം, അതല്ല കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ശർക്കര ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ചൊന്ന് ലൂസായിട്ടുള്ള ഒരു പരുവത്തിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാനിത് ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് അളവിൽ ചെറിയ തേങ്ങ കൂടി ഒന്ന് ചേർത്തതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയും ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റോളം കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. നമ്മളിതിലേക്ക് സോഡാപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഈ ഒരു പരുവത്തിൽ വേണം ഇരിക്കാനായിട്ട്. ഇതുപോലെ നമുക്ക് കുറേശ്ശായിട്ട് മാവെടുത്ത് എണ്ണയിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റണം. ഈ ഒരു പരുവത്തിൽ വേണം ഒന്ന് കുഴച്ച് എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉടനെ തന്നെ ഫ്രൈ ചെയ്ത് നമുക്ക് ഉടനെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് നമുക്ക് കുറേശ്ശെയായിട്ട് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മാവെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ പലഹാരവും ഒരേ കളറിൽ ഒരേപോലെ ഒന്ന് വെന്ത് കിട്ടും. അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലോ അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലോ വെച്ച് ഫ്രൈ ചെയ്യാതിരിക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പുറം ഭാഗം പെട്ടെന്ന് തന്നെ ഒന്ന് കളറായി വരും, ഉൾഭാഗം ഒട്ടും തന്നെ വേകാതിരിക്കും. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിക്കും. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഒരു ബ്രൗൺ കളറായി വരുന്നവരേക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ഗോതമ്പ് വെച്ചിട്ട് നമുക്ക് ഒരു 10 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.